ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തിരുവോണ ദിവസത്തെ ഞങ്ങളുടെ വീട്ടിലെ കാഴ്ചകളാണ്. പൂക്കളം ഇടാനായിട്ട് തലേദിവസം തന്നെ പൂക്കളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഫ്രിഡ്ജിൽ കയറ്റിയിരുന്നു. പിന്നെ വെജിറ്റബിളും ഒക്കെ വാങ്ങിച്ച് അരിഞ്ഞും പറക്കിയൊക്കെ തലേദിവസം തന്നെ ഞങ്ങൾ ഫ്രിഡ്ജിൽ കയറ്റി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ തിരുവോണ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് പൂക്കളത്തിനുള്ള കാര്യങ്ങൾ സെഞ്ചാനും കുട്ടികളും കൂടെയൊക്കെ റെഡിയാക്കി. അവർ പൂക്കളമൊക്കെ റെഡിയാക്കിയപ്പോഴത്തേക്കും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഏകദേശം റെഡിയാക്കി കഴിഞ്ഞു. അവർ പൂക്കളത്തിൻ്റെ പകുതിയായപ്പോഴത്തേക്കും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും വിളിച്ച് കൊടുത്തു. ഇഡ്ഡലി സാമ്പാറുമായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതിന് കഴിഞ്ഞ ശേഷം ഞങ്ങൾ സദ്യയൊക്കെ റെഡിയാക്കി. സദ്യ റെഡിയാക്കി ഒരു 11:30 ആയപ്പോഴത്തേക്കും സദ്യയും പായസവും എല്ലാം റെഡിയായി കഴിഞ്ഞു. പിന്നീട് ഞങ്ങൾ പോയി സെറ്റും മുണ്ടും സെറ്റ് സാരിയും പട്ടും അവിടെയൊക്കെ എടുത്ത് കുട്ടികളുമായിട്ട് നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇപ്രാവശ്യം മമ്മിക്ക് കാല് വയ്യാത്തതിനാൽ മമ്മി സദ്യയുടെ കാര്യങ്ങൾക്കൊന്നും കൂടിയില്ല. മമ്മിക്ക് ലിഗമെൻ്റ് ഫ്രാക്ചർ ആയതാണ്. മമ്മിക്ക് ഫുൾ 2 ആഴ്ച റെസ്റ്റാണ്. അപ്പോൾ 2 ദിവസം 3 ദിവസം ആയിട്ടേ ഉള്ളൂ ഈ ദിവസം. അപ്പോൾ മമ്മി റെസ്റ്റിനാണെങ്കിലും ഞങ്ങളുടെ കൂടുതൽ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് കൂടി കേട്ടോ. അങ്ങനെ മമ്മിയും ഞങ്ങളും പപ്പായും സെഞ്ചാനും എല്ലാവരും കൂടി ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും കിട്ടും. അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ ഓണസദ്യ. ഞാനും നിഷയും മമ്മി ഇല്ലാതെ ആദ്യമായി ഉണ്ടാക്കിയ സദ്യയാണ് കേട്ടോ. സദ്യക്ക് ഒരുപാട് കൂട്ടാനുകളൊന്നും ഞങ്ങൾ വെച്ചില്ല. ഈ ഒരു ദിവസത്തിന് വേണ്ടി മാത്രം വെച്ച്. എങ്കിൽ തന്നെ അത് കുറച്ചൊക്കെ മിച്ചതായിരുന്നു. കുറേയൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പിള്ളേർ പറയുന്നുണ്ടായിരുന്നു അത് വേണ്ട ഇത് വേണ്ട അതൊക്കെ. എനിവേ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞങ്ങളങ്ങ് വെച്ചു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. എന്നാലും വേണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കുറേയൊക്കെ തൊട്ടു കുറേയൊക്കെ തൊട്ടില്ല, അങ്ങനെയൊക്കെ അങ്ങിരുന്നു. പിന്നെ 6-60 ഒരുപോലെ ആയതുകൊണ്ട് പപ്പാനെയും മമ്മീനെയും പിള്ളേരുടെ കൂട്ടത്തിലങ്ങിരുത്തി. അവരെല്ലാവരും കൂടെ കഴിക്കുമായിരുന്നു. ഞങ്ങളെല്ലാവരും വിളമ്പുകയും ഫോട്ടോ എടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ സദ്യക്കായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ബോളി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ബോളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഈ ബോളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടി എല്ലാവരും കഴിക്കുകയാണ്. പിന്നീട് ഞങ്ങളിരുന്നു. ഞങ്ങൾ അന്നേരത്തേക്ക് എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുത്തു. വർത്താനം പറഞ്ഞും ചിരിച്ചും കളിച്ചും എല്ലാവരെയും കഴിപ്പിച്ചു. അങ്ങനെ എല്ലാവരും കഴിപ്പൊക്കെ കഴിഞ്ഞു. ഇനി ബോളിയും പായസവും കഴിക്കാനായിട്ട് പപ്പയുടെ മമ്മിയുടെ ഇല മാത്രമേ ഉള്ളായിരുന്നു കംപ്ലീറ്റ് ആയത്. ബാക്കി എല്ലാവരും ഒന്നും അത്ര നന്നായിട്ട് കഴിച്ചൊന്നുമില്ല. വേണ്ട എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ച ഒരുപാട് സാധനങ്ങളുണ്ട്. അതുകൊണ്ട് ആ ഇലക്കകത്തൊന്നും എടുത്തില്ല. പപ്പായും മമ്മിയും തന്നെ ഏകദേശം എല്ലാം കഴിച്ച് കേട്ടോ. അതുകൊണ്ട് അവർ മാത്രം ഇലക്കകത്തിട്ട് ഓരോ ഫോട്ടോയൊക്കെ എടുത്തു. ഇവരൊക്കെ കഴിച്ചു കഴിഞ്ഞ പാടെ ഞങ്ങൾ പിന്നെ കഴിക്കാനായിട്ട് റെഡിയായി കേട്ടോ. ഇനി ഞങ്ങളുടെ കഴിപ്പും കൂടെ കഴിഞ്ഞിട്ട് വേണം ഇന്നത്തെ ഓണത്തിൻ്റെ ഞങ്ങളുടെ ഹൈലൈറ്റ്സുകളൊക്കെ കാണിക്കാൻ വേണ്ടി. ഇനിയാണ് രസം. സദ്യ കഴിച്ചു കഴിഞ്ഞിട്ടാണ് രസം.